നമസ്കാരം. 6ാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോമിററിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഡിപ്ലോമാൻ എന്നുള്ള ഒരു കുഞ്ഞു പോയം ഉണ്ടല്ലേ, അതിനകത്ത് ആക്ടിവിറ്റീസ് ഉണ്ട്. ചോദ്യോത്തരങ്ങളൊന്നുമില്ല, ആക്ടിവിറ്റീസ് ഉണ്ട്. അതിൻ്റെ ആക്ടിവിറ്റീസാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ വീഡിയോസ് പുതിയതായി കാണുന്നെങ്കിൽ നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടമായ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ പറയാനുള്ളത്, നിങ്ങളുടെ നെക്സ്റ്റ് ഇയർ സെവൻത്ത് സ്റ്റാൻഡേർഡിലേക്കുള്ള എല്ലാ പാഠഭാഗങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഒരു യൂണിറ്റ് പെൻഡിങ് ഉണ്ട്, അതിപ്പോൾ തന്നെ ചെയ്ത് തീർക്കുന്നതായിരിക്കും. അപ്പം ആ വീഡിയോസും കൂടി മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സമയം കിട്ടുകയാണെങ്കിൽ 5, 6, 7 ക്ലാസ്സുകൾക്ക് സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ എടുത്തു തരുന്നതായിരിക്കും നെക്സ്റ്റ് ഇയറിലേക്ക്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് തുടക്കത്തിൽ പറയാനുള്ളത്. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആക്ടിവിറ്റീസിലേക്ക് കിടക്കാം. ആക്ടിവിറ്റി 1 എന്താണ്? A poet turns letters and words into various styles to frame lines of a poem. Likewise, a farmer turns seeds to crops. Which lines give you this idea? എന്ന് പറഞ്ഞാൽ എന്താണ്? A poet turns letters and words into various styles. ഒരു പോയറ്റ് ചെയ്യുന്ന എന്താണ്? അക്ഷരങ്ങളും വാക്കുകളും ഒക്കെ വേരിയസ് സ്റ്റൈൽസായിട്ട് ഉപയോഗിക്കും. എന്തിന്? ടു ഫ്രെയിം ലൈൻസ് ഓഫ് എ പോയം അല്ലേ. ഒരു പോയത്തിൻ്റെ ലൈൻസിന് വേണ്ടിയിട്ട് പല രീതിയിലാണ് വേർഡ്സിനെയും ലെറ്റേഴ്സിനെയൊക്കെ നമ്മുടെ പോയറ്റ്സ് മാറ്റിയെടുക്കാറുള്ളത് അല്ലേ. ഒരുപാട് മാറ്റങ്ങൾ വരുത്തി ഒരുപാട് രീതിയിലൊക്കെ അല്ലേ, സ്റ്റൈൽസിലല്ലേ എഴുതാറുള്ളത് ലൈൻസ്. ലൈക്ക് വൈസ് എ ഫാമർ ടേൺ സീഡ്സ് ടു ക്രോപ്സ്. അതുപോലെ തന്നെയാണ് ഒരു ഫാർമർ ഒരു സീഡ് കിട്ടുമ്പോൾ അതിനെ എന്താക്കി മാറ്റുന്നു? ക്രോപ്പാക്കി മാറ്റുന്നു. പോയറ്റ്സ് എന്താ ചെയ്യുക? അവർക്കൊരു ടോപ്പിക്ക് കിട്ടുമ്പോൾ അതിനെ പല രീതിയിലുള്ള പല സ്റ്റൈൽസിലുള്ള ലൈൻസ് ആക്കി എഴുതത്തില്ലേ. ഇവിടെ എന്താ പറയുന്നത്? വേർഡ്സും ലെറ്റേഴ്സും ഒക്കെ പല ലൈൻസ് ആക്കി നമ്മളെ പോയറ്റ് ചെയ്യില്ലേ, അതുപോലെ വിച്ച് ലൈൻസ് ഗിവ് യു ദിസ് ഐഡിയ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞില്ലേ, അതിന് നമുക്ക് ഏതോ ഒരു ലൈൻ നമ്മൾ ഈ പഠിച്ച പ്ലോമാൻ എന്നുള്ള പോയത്തിലെ ഏതോ ഒരു ലൈൻ അങ്ങനെ പറയുന്നുണ്ട്. അത് ഏത് ലൈനാണ്? ആൻസർ എന്താണ്? ദിസ് ഇസ് ദ പേജ് ഹൂസ് ലെറ്റേഴ്സ് ഷോൾ ബി സീൻ ചേഞ്ച്ഡ് ബൈ ദ സൺ ടു വേർഡ്സ് ഓഫ് ലിവിങ് ഗ്രീൻ എന്നുള്ളതാണ് ഇവിടുത്തെ ലൈൻസ്. എന്താ അവിടെ പറയുന്നത്? ഉഴുതുമറിച്ച മണ്ണാണല്ലേ. അങ്ങനെയുള്ള ഈ മണ്ണിനെ എന്തായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? ഒരു പേപ്പറായിട്ട്. അതിൽ അക്ഷരങ്ങൾ, ഏതിനെയാണ് അക്ഷരങ്ങളായിട്ട് കമ്പയർ ചെയ്യുന്നത്? വിത്തുകളെ. ഇതിനെയാണ് പച്ചപ്പാക്കി മാറ്റുന്നത് സൂര്യൻ. എന്താണ് ജീവനുള്ള പച്ചപ്പെന്ന് പറയുമ്പോൾ എന്താക്കി മാറ്റുന്നു എന്ന് പറയുന്നത്? വിളകൾ അല്ലെങ്കിൽ ക്രോപ്സ് ആക്കി മാറ്റുന്നു എന്ന് പറയുന്നു. നെക്സ്റ്റ് ആക്ടിവിറ്റി 2 ആണ്. എന്താണ് ചോദ്യം? ഇൻ ദിസ് പോയം the poet considers both farming and writing as creative work. അത്രേ നോക്കിയേ. ഇൻ ദിസ് പോയം, ഈ ഒരു പോയത്തിൽ, ഈ ഒരു കവിതയിൽ ദ പോയറ്റ് കൺസിഡേഴ്സ്, പോയറ്റ് എന്തൊക്കെ എങ്ങനെ കാണുന്നു? ബോത്ത് ഫാമിംഗ് ആൻഡ് റൈറ്റിംഗ്, ഫാമിങ്ങിനെയും റൈറ്റിങ്ങിനെയും എങ്ങനെയാണ് കാണുന്നത്? ആസ് ക്രിയേറ്റീവ് വർക്ക്. എന്താണ്? സർഗാത്മകത, വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു കാര്യം പോലെയാണ് ഇതിനെ രണ്ടിനെയും കാണുന്നത്. ലെറ്റ് us എക്സാമിൻ ഹൗ ദ പോയറ്റ് കമ്പയർസ് ദീസ് 2 ആക്ടിവിറ്റീസ്. അപ്പം നമുക്ക് നോക്കാം ഇതിനെ രണ്ടിൻ്റെയും, ഫാമിങ്ങിൻ്റെ ആയാലും അതുപോലെ തന്നെ റൈറ്റിങ്ങിൻ്റെയും, ഇതിൻ്റെ രണ്ടിനെ ഇതെങ്ങനെയാണ് പോയറ്റ് കമ്പയർ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. സ്റ്റഡി ദ ഫോളോയിങ് ടേബിൾ. ഇനി താഴെ നിങ്ങൾക്കൊരു ടേബിൾ തന്നിട്ടുണ്ടല്ലേ. ആൻഡ് ഫിൽ ഇൻ ദ മിസ്സിങ് പാർട്സ്. അതിനകത്ത് കുറച്ച് ഭാഗം നോക്കിക്കേ മിസ്സിങ് ആണ്. അപ്പം നിങ്ങൾ ഫില്ല് ചെയ്യുക. യൂസ് ദി ഹിൻസ് ഗീവൺ ഇൻ ദ ബ്രാക്കറ്റ്. അപ്പം നമുക്ക് എളുപ്പമാണ്. ബ്രാക്കറ്റിൽ തന്നെ എന്തൊക്കെയാണ് എഴുതേണ്ടതെന്ന് തന്നിട്ടുണ്ട്. ആ ഹിൻസ് വെച്ച് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. എങ്ങനെ ആൻസർ ചെയ്യാം നോക്കി. ആദ്യം എന്താണ്? പോയറ്റ് എന്നുള്ളതും ഫാർമർ എന്നുള്ളതും. പോയറ്റിൻ്റെ ക്രിയേറ്റിവിറ്റി എഴുതുക, ഫാർമറിൻ്റെ എഴുതുക. പോയറ്റിൻ്റെ സൈഡിൽ ബ്ലാങ്ക് ആണ്, ഫാർമറിൻ്റെ അടുത്ത് ഫീൽഡ് എന്ന് തന്നിട്ടുണ്ട്. ഇപ്പുറത്ത് ലെറ്റേഴ്സ് ഉണ്ട്, അപ്പുറത്തൊന്നുമില്ല. ഇപ്പുറത്ത് വേർഡ്സ്, ഇപ്പുറത്ത് ഒന്നും തന്നിട്ടില്ല. റൈറ്റ് സൈഡിൽ ഫാമിംഗ് ടൂൾസ്, ലെഫ്റ്റ് സൈഡിൽ ഒന്നും തന്നിട്ടില്ല. എളുപ്പമായിട്ട് നമുക്കത് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? ആൻസറിൻ്റെ കൂടെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം കേട്ടോ. പോയറ്റ് എവിടെയാണ് അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റി കാണിക്കുന്നത്? പേജിലാണ്. എന്തുപോലെ? ഫാർമർ ഫീൽഡിലാണല്ലേ. അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റി എന്താ? സീഡിനെ എന്താക്കുന്നു? ക്രോപ്പാക്കുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റി. അതേപോലെ തന്നെ നമ്മുടെ പോയറ്റ് അക്ഷരങ്ങളെ, വാക്കുകളെ വരികളാക്കുന്നു. അതെവിടെയാണ്? അത് പേജിലാണ്. അടുത്ത എന്താണ്? നമ്മുടെ പോയറ്റ് പേജിൽ എന്താണ്
എന്തിനെയാണ് മാറ്റുന്നത്? ലെറ്റേഴ്സിനെയാണ് അല്ലേ? അതുപോലെ ഫാമർ എന്തിനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? സീഡ്സിനെയാണ്. അടുത്തത് എന്താണ്? വേർഡ്സ് അല്ലേ? പേജിൽ ലെറ്റേഴ്സും വേർഡ്സും ഉപയോഗിക്കുന്നു. അപ്പോൾ വേർഡ്സ് ഇവിടെ ഫാമർ എന്താണ്? ഫീൽഡ്, സീഡ്സ്, വേർഡ്സിന് പകരം ഇവിടെ വരുന്നത് മെന്നാണ്. ഇനി തന്നിരിക്കുന്നത് ഫാമിംഗ് ടൂൾസ് ആണല്ലേ? എന്താണ്? ഫീൽഡിൽ ഫാമിംഗ് ടൂൾസ് അല്ലേ ഉപയോഗിക്കുന്നത്? അതിന് പകരമായിട്ട് നമ്മളൊരു പേജിൽ ലെറ്റേഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വേർഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ എന്താ ഉപയോഗിക്കുക? പെൻ എന്നുള്ളതാണ് അവിടുത്തെ ആൻസർ. അപ്പോൾ നമുക്ക് അവിടെ പെൻ എന്നുള്ള ആൻസർ കൊടുക്കാം. ഇത്രയുമാണ് ആക്ടിവിറ്റി 2ൻ്റെ ആൻസേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക. അടുത്ത് നമുക്ക് ആക്ടിവിറ്റി 3 എന്താണെന്ന് നോക്കാം. ചോദ്യം എന്താണ്? പിക്ക് ഔട്ട് പെയർസ് ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദി പോയം. എന്ന് പറഞ്ഞാൽ എന്താ? റൈമിംഗ് വേർഡ്സ് നമ്മൾ പല പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ്. ഒരേപോലെ സൗണ്ടിൽ അവസാനിക്കുന്നതാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എത്ര എണ്ണം കാണും? 2 എണ്ണം ആയിരിക്കും. ഒരേപോലെ അവസാനിക്കുന്ന 2 എണ്ണം അങ്ങനെ എടുത്തെഴുതുക. ഉദാഹരണം തരുമ്പോൾ മനസ്സിലാവും. ബ്രിങ്സ് കിങ്സ് കണ്ട, ഇങ്സ് ഇങ്സ് എന്നല്ലേ അവസാനിച്ച്. അതുപോലെ സീൻ ഗ്രീൻ, പെൻ മെൻ, ടോയിൽ സോയിൽ. ഇതാണ് ഈ പോയത്തിനകത്ത് തന്നിരിക്കുന്ന റൈമിംഗ് വേർഡ്സ്. മനസ്സിലായില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി പറയുകയാണ്. അവസാനിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്നത് ഓരോ ലൈൻസിൻ്റെയും ലാസ്റ്റ് വരുന്ന വാക്കുകൾ നോക്കുക. ലാസ്റ്റ് വരുന്ന വാക്കുകളിൽ ഒരുപോലെ അവസാനിക്കുന്നതാണ് അടുത്തടുത്ത് വരുന്നത്. അപ്പോൾ ഒരേപോലെയാണ് അവസാനിക്കുന്നതെങ്കിൽ നമുക്കത് എഴുതാം. ബ്രിങ്സ് കിങ്സ് കണ്ടോ, അത് ഓരോ ലൈനിൻ്റെ ലാസ്റ്റ് വേർഡ്സ് ആണ്. ഏകദേശം ഒരുപോലെയല്ലേ അതിന് സൗണ്ട്? അങ്ങനെ എഴുതുക. സീൻ ഗ്രീൻ അവസാനത്തതാണ് നോക്കണ്ടേ. ഈൻ എന്നല്ലേ വന്നേ. പെൻ മെൻ, എൻ എൻ അങ്ങനെ വന്നു. ടോയിൽ സോയിൽ, ഓയിൽ രണ്ടും സ് സൗണ്ട് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പം അങ്ങനെയുള്ളതിനാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ആക്ടിവിറ്റി 3 ആയിട്ട് നിങ്ങളടുത്ത് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വി ആർ അവെയർ ഓഫ് ദി ഇമ്പോർട്ടൻസ് ഓഫ് അഗ്രികൾച്ചർ. വൈ കാൺട്ട് വി സെലിബ്രേറ്റ് ചിങ്ങം ഫസ്റ്റ് ആസ് ദി ഫാമേഴ്സ് ഡേ ഇൻ അവർ സ്കൂൾ? To make the program colorful, what preparations are to be made? എന്താ എൻ്റെ അർത്ഥം എന്താണ്? വി ആർ അവെയർ ഓഫ് ദി ഇമ്പോർട്ടൻസ് ഓഫ് അഗ്രികൾച്ചർ. നമ്മൾക്ക് എല്ലാവർക്കും ഈ അഗ്രികൾച്ചർ, കൃഷിയുടെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ പ്രാധാന്യം അറിയാം. വൈ കോൺട്ട് വി സെലിബ്രേറ്റ്? നമ്മൾ എന്തുകൊണ്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്തുകൂടാ? എന്ത്? ചിങ്ങം ഫസ്റ്റ്, ചിങ്ങം 1 ആസ് ദി ഫാമേഴ്സ് ഡേ. ചിങ്ങം 1 കർഷക ദിനം എന്ന രീതിയിൽ നമ്മൾക്ക് എന്തുകൊണ്ട് നമ്മുടെ സ്കൂളിൽ സെലിബ്രേറ്റ് ചെയ്തുകൂടാ, ആഘോഷിച്ചുകൂടാ? ടു മേക്ക് ദി പ്രോഗ്രാം കളർഫുൾ. ഈ ഒരു പ്രോഗ്രാം വളരെ കളർഫുള്ളാക്കാൻ. വാട്ട് പ്രിപ്പറേഷൻസ് ആർ ടു ബി മെയ്ഡ്? എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ്, പ്രിപ്പറേഷൻസ് ആണ് നമുക്ക് ചെയ്യേണ്ടുന്നത് എന്നതാണ് ഈ ഒരു ചോദ്യം. എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് എന്നുള്ളതിൽ ഒരെണ്ണം ഇവിടെ തന്നിട്ടുണ്ട്. ഇൻവൈറ്റിംഗ് ഫാമേഴ്സ് ടു ദി സ്കൂൾ. നിങ്ങളുടെ സ്കൂളിലേക്ക് ഫാമേഴ്സിനെ എന്ത് ചെയ്യുക? കൃഷിക്കാരെ എന്ത് ചെയ്യുക? ഇൻവൈറ്റ് ചെയ്യുക. പിന്നെന്ത് വേണം? ഫിക്സിങ് എ ഡേറ്റ് ആൻഡ് ടൈം അല്ലേ? ഒരു കൃത്യമായ ഒരു ഡേറ്റും ടൈമും ഒക്കെ ഫിക്സ് ചെയ്യണം. പിന്നെ അറേഞ്ചിങ് വെജിറ്റബിൾ മോഡൽസ്. നമുക്ക് വെജിറ്റബിൾസ് വെച്ച് പല പല മോഡൽസ് ഒക്കെ ചെയ്തിട്ടില്ലേ? അല്ലെങ്കിൽ എന്താണ് ഡിഫറെൻറ്റ് മോഡൽസ് വിത്ത് വെജിറ്റബിൾസ്, അങ്ങനെ നമുക്ക് ചെയ്യാം. പിന്നെ എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മൊമൻറ്റോസ് ടു ദി ഫാമേഴ്സ്. ഫാമേഴ്സിനൊക്കെ നമുക്ക് മൊമൻറ്റോസ് ഒക്കെ കൊടുക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ചെയ്യാം അല്ലേ? നൗ പ്രിപ്പയർ എ ലെറ്റർ ഓഫ് ഇൻവിറ്റേഷൻ ഫോർ ദി ഫാമേഴ്സ്. അപ്പോൾ നമ്മൾ ഫാമേഴ്സിനെയൊക്കെ സ്കൂളിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നല്ലേ? ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഇൻവിറ്റേഷൻ ലെറ്റർ നമുക്ക് കൊടുക്കണ്ടേ അവർക്ക്? അപ്പോൾ അത് നമുക്ക് പ്രിപ്പയർ ചെയ്യണം. എങ്ങനെയൊക്കെ ലെറ്റർ പ്രിപ്പയർ ചെയ്യാം? അതിൽ എന്തൊക്കെ വേണം? പ്ലേസ് വേണം, ഡേറ്റ് വേണം, പിന്നെ അതിനകത്തുള്ള മാറ്റർ വേണം. സാധാരണ നമ്മൾ അയക്കുമ്പോൾ ഒഫീഷ്യൽ ലെറ്റർ, അല്ലെങ്കിൽ എന്താണ് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഓഫീസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ അയക്കത്തില്ലേ? അങ്ങനെയുള്ള ലെറ്റേഴ്സൊക്കെ ആണെങ്കിൽ ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും ഒക്കെ വെച്ച് നമുക്ക് എഴുതാം. ഇത് പക്ഷേ നമുക്ക് അത്രയും അങ്ങോട്ട് വേണ്ട. നമ്മുടെ സ്കൂളിലേക്കൊരു ഇൻവിറ്റേഷൻ അല്ലേ, നമുക്കത് തൽക്കാലം വെക്കേണ്ട. പ്ലേസും ഡേറ്റും വെച്ച് നമുക്കങ്ങ് ചെയ്യാം. എങ്ങനെ ചെയ്യാം? നമുക്ക് ലെറ്റർ നമുക്ക് എങ്ങനെ എഴുതാം? റൈറ്റ് സൈഡിൽ നമുക്കൊരു പ്ലേസും ഒരു ഡേറ്റും വെക്കാം. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ആദ്യമേ ഒരു പഴയ ഫാമേഴ്സ് അല്ലേ, അപ്പം നമുക്കൊരു പേരിടാം, ദാമു എന്ന് പേരിടാം. അപ്പോൾ നമ്മൾ അങ്കിൾ എന്ന് വിളിക്കാം അല്ലേ? ഡിയർ ദാമു അങ്കിൾ, വി ആർ ഡിസൈഡഡ് ടു സെലിബ്രേറ്റ് ചിങ്ങം ഫസ്റ്റ് ആസ് ഫാമേഴ്സ് ഡേ. എന്താണ്? ഞങ്ങൾ
തീരുമാനിച്ചിരിക്കുന്നത് ചിങ്ങം 1 ഫാർമേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കാമെന്നാണ്. യു ആർ വൺ അമംഗ് ദി ട്രഡീഷണൽ ഫാമേഴ്സ് ഇൻ അവർ ലൊക്കാലിറ്റി. നമ്മളുടെ ഈ ലൊക്കാലിറ്റിയിലുള്ള പുരാതനമായ ഒരു കൃഷിക്കാരനാണ് താങ്കൾ. വി വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് യു ടു ദ സെലിബ്രേഷൻ ഓഫ് അവർ സ്കൂൾ. ഞങ്ങൾ എങ്ങോട്ടേക്ക് ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു? ഞങ്ങളുടെ സ്കൂളിലേക്ക്. എന്നത്തേക്കാണ്? ഡ്യൂറിങ് ദി ഫാമേഴ്സ് ഡേയുടെ അന്ന്. We are eager to know the ways of cultivation of different crops and also the difference in cultivation between the present and the past. എന്താണ്? വി ആർ ഈഗർ ടു നോ ദ വേസ് ഓഫ് കൾട്ടിവേഷൻ ഓഫ് ഡിഫറെൻറ്റ് ക്രോപ്സ്. പലതരത്തിലുള്ള വിളകളുടെ കൃഷിയുടെ രീതികൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്ക് അറിയാൻ ആകാംക്ഷയുണ്ട്. ആൻഡ് ഓൾസോ ദി ഡിഫറൻസ് ഇൻ കൾട്ടിവേഷൻ ബിറ്റ്വീൻ ദി പ്രസൻറ്റ് ആൻഡ് ദി പാസ്റ്റ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലത്തും പഴയ കാലത്തും നിലനിന്നിരുന്ന പല രീതിയിലായിരുന്നല്ലോ, പല ഡിഫറൻസും ഉണ്ടല്ലോ കൃഷി രീതിയിൽ. അപ്പോൾ അതും ഞങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. സോ വിത്ത് ഗ്രേറ്റ് ഓണർ വി ആർ ഇൻവൈറ്റിംഗ് യു ടു ദി ഫംഗ്ഷൻ. വളരെയധികം ബഹുമാനത്തോടെ ആദരവോടുകൂടി ഞങ്ങൾ ഈ ഒരു ഫംഗ്ഷനിലേക്ക് ക്ഷണിക്കുകയാണെന്ന് പറയുന്നു. യോസ് ലവിംഗ്ലി സ്റ്റുഡൻസ്. ഏതെങ്കിലും ഒരു സ്കൂളിൻ്റെ പേര്, ഒരു സ്ഥലം എഴുതുക. ഇത്രയുമാണ് നമുക്കിവിടെ ലെറ്ററിനകത്ത് എഴുതാനായിട്ട് ഉള്ളത്. ഇത്രയുമാണ് ഇതിലുള്ള ആക്ടിവിറ്റീസ്. എളുപ്പമല്ലേ? വളരെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക. ഇനി നിങ്ങൾക്ക് 2 വർക്കും കൂടി പഠിക്കാനായിട്ടുണ്ട്. അത് ഇപ്പം തന്നെ എടുത്ത് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നല്ല മിടുക്കരായിട്ട് നന്നായിട്ട് പഠിക്കുക. എക്സാം ഉള്ളവരൊക്കെ നന്നായിട്ട് എക്സാം എഴുതുക. കഴിഞ്ഞു പോയവർ, എക്സാമൊക്കെ കഴിഞ്ഞവർ അടുത്ത വർഷത്തെ 7th ക്ലാസ്സുകൾ ഇപ്പോഴേ കണ്ടു തുടങ്ങുക. നന്നായിട്ട് പഠിക്കണം. ഓൾ ദി ബെസ്റ്റ്.